ഈ മണ്ണിലെത്തിയതിന് ഒരു കഥയുണ്ട്. മേലൂർ ധൈരപ്പൻ എന്ന ഊർപ്പഴശ്ശി 36-ാം വയസ്സിൽ 64 കൊല്ലകൊന്ന് കുടിപ്പകസ്ഥാനം തീർത്തു. ഊരിൽ പിഴച്ച് ഊർപ്പഴശ്ശിയായി നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. തനിക്ക് കൂട്ടായി നല്ലൊരു ചങ്ങാതി വേണമെന്ന് കരുതി, അതും വാളും കയ്യും കനമുള്ള ചങ്ങാതി തന്നെ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വാലിശ്ശേരി വാണപ്രഭു ശ്രീ വേട്ടക്കുരുമകനെ പോയി കാണുന്നത്. കാണാൻ പോയപ്പോൾ ആ സമയത്ത് വടക്കേപ്പടിക്കൊട്ടിലിൽ വെള്ളയും കരിമ്പിടവും വിരിച്ച് വഴക്കോലസ്ഥാനം വായിക്കുന്നു. ഊർപ്പഴശ്ശിയെ കണ്ടപ്പോൾ ദേവൻ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇരുവരും സഞ്ചരിക്കുവാൻ തീരുമാനവുമായി. അവിടെ നിന്നും രണ്ടുപേരും സഖ്യം ചെയ്തു. മേലാൽ നമ്മൾ ഇരുവരും ഉറ്റ ചങ്ങാതികളായിരിക്കും. 2 കിട്ടിയാൽ 1, 1 കിട്ടിയാൽ 1 മുറി എന്ന പോലെ എന്തും സമമായി വീതിക്കാമെന്നും തീരുമാനിച്ചു. വാരിക്കടത്തലയും ചൂരപ്പലിശയും വേട്ടക്കുരുമകനും വലതു കൈയിൽ ആയുധവും ഇടതു കൈയിൽ ഔഷധവുമായി ഊർപ്പഴശ്ശിയും യാത്ര തിരിച്ചു. എവിടെ നിലനിന്നാലും മേൽമാടവും ഭണ്ണാരവും വേട്ടക്കുരുമകനും കീഴ്മാടത്തിങ്കൽ പൂവും നീരും ഊർപ്പഴശ്ശിക്കും. ഉറ്റയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായി സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും തെക്കുനിന്ന് വടക്കോട്ടേക്ക് കൈയെടുത്തു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അഗസ്ത്യമുനിയുടെ തപശക്തിയായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശമായ ഈ എരിക്കുളത്ത് ദൈവസാന്നിധ്യവും ദൈവസങ്കേതവുമാണെന്നും അവിടെ നമുക്ക് നിലയുറപ്പിക്കാമെന്നും തീരുമാനിച്ചുവത്രേ. അങ്ങനെയാണ് അഭിമാന്യ പ്രഭുക്കന്മാരായ വേട്ടക്കുരുമകനും ഊർപ്പഴശ്ശി ദേവനും ഈ സന്നിധിയിൽ എത്തിച്ചേർന്നത്.